ഗൾഫ് രാജ്യത്തെ സർവ്വ അമേരിക്കൻ മേഖലയും ബേസുകളും തകർത്തെറിയുമെന്ന് ഇറാൻ്റെ ഭീഷണി. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമെന്ന നിലക്ക് ഇറാൻ്റെ വൈദ്യുത നിലയത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ചില മേഖലയിൽ തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് ഇറാനിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അതിനോടനുബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു. ഈ പ്രവൃത്തികളെല്ലാം ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ചെയ്യിപ്പിക്കുകയാണ്. അമേരിക്ക അതിന് നിർദ്ദേശ കാര്യങ്ങൾ നൽകുന്നത് ഇപ്പോഴും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. അവരുടെ സൈനിക മേഖലയും ആസ്ഥാനവും വേണ്ട വിധം ഇറാനെതിരെ ആക്രമണത്തിന് പ്രചോദിപ്പിക്കുന്ന തരത്തിലോ പ്രവർത്തിക്കുന്ന തരത്തിലോ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ആയതിനാൽ തങ്ങൾക്ക് നേരെ ഏത് ഭാഗത്തു നിന്നാണോ ആക്രമണം വരുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടി നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ രാജ്യം ചെയ്യുന്നതാണ്. അതിൻ്റെ മുന്നൊരുക്കം നൽകിയിരിക്കുന്നു എന്നാണ് ഇറാൻ പറഞ്ഞത്. അപ്പോൾ ഈ അമേരിക്കയുടെ സൈനിക ബേസ് അല്ലെങ്കിൽ അവർ പ്രവൃത്തി ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ, അവരുടെ താമസ സ്ഥലങ്ങൾ പോലെയുള്ള മേഖലകളിൽ നിന്ന് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ, അവിടുത്തെ രാജ്യത്തിലെ പൗരന്മാരോടോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരോ അവർക്ക് ആശ്രയിച്ചുകൊണ്ടോ സേവനം ചെയ്യുന്ന തരത്തിലോ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോകണമെന്നും അവരുടെ അക്കോമഡേഷൻ വേറെയും മറ്റ് അജനബികളുടേത് വേറെയും ആകുന്ന തരത്തിൽ സംവിധാനം ഒരുക്കണം എന്നുള്ള നിർദ്ദേശവും മുന്നറിയിപ്പുമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഈ മേഖല വല്ലാത്ത രീതിയിൽ ഭയപ്പാടായിരിക്കുന്നു എന്നുള്ളതാണ്. അതോടനുബന്ധിച്ച് ഖത്തറിൽ നിന്ന് ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ തകർന്ന് കടലിൽ വീണ് അതിൻ്റെ പൈലറ്റുമാരടക്കം കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടി വലിയ തിരച്ചിൽ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. ഇത് ഇറാൻ്റെ ആക്രമണം കൊണ്ടാണ് ഈ തകർന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും സ്ഥിരീകരണവും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പരീക്ഷണ പറക്കലിനിടെ തകർന്നു വീണതാണ് എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ ഇതിൽ എന്തെങ്കിലും വെടിവെപ്പോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കേണ്ടത്. കാര്യം ഈ കുവൈത്തിൽ വെച്ച് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം തകർന്നു വീണുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ എൻജിൻ ഫെയിലർ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അന്വേഷിക്കുന്ന സമയത്താണ് അത് വെടികൊണ്ടാണ് വീണത്. അതൊന്നു മാത്രമല്ല, ഏകദേശം 10ഓളം യുദ്ധവിമാനങ്ങൾ കുവൈറ്റിൽ വെച്ച് അങ്ങനെ തകർന്നു വീണിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇതോടുകൂടി വലിയ ആശങ്കയിൽ ഈ മേഖലയായിരിക്കുന്നു. എംബസി കോൺസുലേറ്റ് ഒന്നും ഇപ്പോഴും അമേരിക്കയുടെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അത് നിർദ്ദേശം നൽകിയിട്ടില്ല. പല അമേരിക്കൻ പൗരന്മാരും വ്യത്യസ്ത മേഖലകളിൽ സുരക്ഷിത താവളം തേടിയിട്ട് നടക്കുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നു. പരമാവധി ആളുകളൊക്കെ ഇപ്പോൾ രാജ്യം വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിർബന്ധമായ രീതിയിൽ സൈനിക സേവനം നടത്തുന്നവരൊഴിച്ച് ബാക്കി എല്ലാവരും രാജ്യം വിടണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ വിമാനം നിന്നുപോയി. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്, സാങ്കേതിക വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു ഭയപ്പാടിലാണ് അവിടെ ആളുകൾ ജീവിക്കുന്നത് എന്ന തരത്തിലാണ്, അവിടെ അമേരിക്കൻ പൗരന്മാർ ജീവിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഗൾഫ് മേഖലയ്ക്കെതിരെ ആക്രമണം നടത്തുകയെന്ന് വെച്ചാൽ ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ ലോകം ഉറങ്ങില്ല എന്നുള്ളതാണ്. അയൽ രാജ്യങ്ങളും ഉറങ്ങില്ല, ലോകം ഉറങ്ങില്ല. തങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ മറ്റാരും ജീവിക്കാൻ പറ്റുന്നൊരു പരിസ്ഥിതി തങ്ങൾ ഉണ്ടാക്കില്ല. ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈദ്യുത നിലയത്തിന് നേരെ ആക്രമണം നടത്തിയതോടനുബന്ധിച്ച് ക്ഷുഭിതരായിട്ടാണ് ഈ ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചത്. അറേബ്യൻ രാജ്യങ്ങളിലുള്ള അവരുടെ കുടിവെള്ള സ്രോതസ്സിനെ തങ്ങൾ ആക്രമിക്കുമെന്നും അവരുടെ വൈദ്യുത നിലയത്തെയും അവരുടെ സുരക്ഷാ മതിൽ തകർത്തുകൊണ്ട് അമേരിക്കയുടെ സൈനിക ബേസിനെ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകി. അപ്പോൾ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പരമാവധി അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം കടൽ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് കുടിവെള്ളമായിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഇല്ലാതാവുന്ന സമയത്ത് അത് ജീവനെ തന്നെ ബാധിക്കും. ജീവനല്ല ലക്ഷ്യം, ജീവിതത്തെയാണ് എന്ന് ഇതിന് മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ജീവനെ കൊല്ലുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യമല്ല, ജീവിതത്തെ പ്രയാസത്തിലാക്കുക. ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മറ്റുള്ളവർക്കും അതിൻ്റെ ശത്രുപക്ഷത്തിനും പ്രയാസം ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാനിൽ നിന്ന് 10,000-കണക്കിന് ആളുകളാണ് മറ്റ് ദേശത്തേക്ക് രക്ഷ തേടിക്കൊണ്ട് പോകുന്നത്. കാരണം നിരന്തരം ആക്രമിക്കുന്നതും ഈ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മേഖലയാണ് എന്നതിനാൽ ഒരു സുരക്ഷിതത്വം വലിയ പ്രയാസമാണ് എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയിലധികമായി. ഇപ്പോൾ 10-20 ദിവസത്തോളം ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് അത് ആദ്യഘട്ടത്തിൽ 2-3 ദിവസം കഴിഞ്ഞതോടുകൂടി തന്നെ അവിടുന്ന് ആളുകൾ പിന്മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി ഇപ്പോൾ തെല്ലവീവ് കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രധാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ പട്ടണം കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. ആളുകൾ കൂട്ടത്തോടു കൂടി കുടിയൊഴിഞ്ഞു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇസ്രായേലിൽ വന്നുപെട്ടിരിക്കുന്നു. അത് ഇതുവരെ ഇല്ലാത്തതാണ്, അപൂർവമായിട്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ഈ ഇസ്രായേലിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ്.
തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളിലും നഗരങ്ങളിൽ നിന്നും ആളുകൾ കുടിയൊഴുകി പോകുന്ന ഒരു പ്രത്യേക സ്ഥിതിയിലേക്കും അവസ്ഥയിലേക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എത്തിയിരിക്കുന്നു. ഭക്ഷണവും വെള്ളവും എങ്ങനെയൊക്കെയാണോ ഗസക്കാർക്ക് ബുദ്ധിമുട്ട്, സമാനമായ രീതിയിൽ പല മേഖലയിലും ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. ബങ്കറുകൾ അടക്കം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിർദ്ദേശത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു മേഖലയും സുരക്ഷിതമല്ല എന്നുള്ള കാര്യം, അതായത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലോ ഹൈപ്പർസോണിക് മിസൈലോ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പിന്നീട് ഒരിക്കലും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധമുള്ള സംവിധാനമാണ് ഇസ്രായേലിനകത്ത് ഉള്ളത്. അതുകൊണ്ട് എങ്ങനെ സുരക്ഷിതമാകും എന്നുള്ളതാണ് സാധാരണക്കാരൻ ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അതോടനുബന്ധിച്ച് സൗദി അറേബ്യ ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരിക്കുന്ന വിവരം വന്നു. എന്നാൽ പുറത്താക്കിയതിലും ഒരു രാഷ്ട്രീയമായിരിക്കുന്ന ഒരു രീതി അവിടെ, അതായത് ഒരു മര്യാദ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ മുഴുവൻ പേരെയും പുറത്താക്കിയിട്ടില്ല, കുറച്ച് പേരെ അവിടെ തന്നെ നിലനിർത്തിയിട്ട് അറ്റാഷമാരെ പോലെയുള്ള ആളുകളെ തന്നെയാണ് പുറത്താക്കിയത്. പുറത്താക്കിയ 48 മണിക്കൂറിനിടെ രാജ്യം വിട്ടു പോകണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ട് മുഴുവൻ വിദേശ പ്രതിനിധികളെയും അല്ലെങ്കിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിട്ടില്ല എന്ന ചോദ്യത്തിന് സൗദി അറേബ്യ നൽകിയിരിക്കുന്ന മറുപടി, അല്ലെങ്കിൽ സൗദിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ, നയതന്ത്ര തലത്തിൽ ചില ചർച്ചകൾക്ക് ഇറാൻ ഇവിടെ ആവശ്യമുണ്ട്. അഥവാ സമാധാനമായിരിക്കുന്ന ചില പ്രക്രിയകളും സംവിധാനങ്ങളും സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഖത്തറിനെയും കൂടി സംയുക്തമായി ചേർത്തുകൊണ്ട് പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സാങ്കേതികമായിരിക്കുന്ന വലിയൊരു വിഷയം നിലനിൽക്കുന്നത് ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ നഷ്ടപരിഹാരം വേണം എന്നുള്ളതാണ്. എത്ര ദശകോടി ഡോളറിൻ്റെ അല്ലെങ്കിൽ ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടമായിരിക്കും നൽകേണ്ടി വരിക എന്നതിന് ഒരു എത്തും പിടിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പിന്നെ രണ്ടാമത്തെ കാര്യം, 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അവർക്ക് നേരെ ഇനി അക്രമം ഉണ്ടാവില്ലെന്ന് പറയണം. അതോടൊപ്പം തന്നെ അവരുടെ പരമാധികാരത്തെ അംഗീകരിക്കണം. അതൊക്കെ പിന്നെ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ സാമ്പത്തിക നഷ്ടം വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇറാനുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന് തങ്ങളില്ല. സൗദി അറേബ്യ ആ കാര്യം തുറന്നു പറഞ്ഞു. അവരുമായിട്ട് ഒരു ആക്രമിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു തുറന്ന രീതിയിൽ തങ്ങളുടെ എയർപോർട്ടുകളോ സംവിധാനങ്ങളോ അമേരിക്കയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന സംവിധാനമില്ല. ഒറ്റപ്പെട്ട രീതിയിൽ സൗദി അറേബ്യയിൽ നിന്ന് ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൗദി അറിയാതെയാണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. സൗദി അറേബ്യ നിയമിച്ചുകൊണ്ട് ആക്രമിക്കണം എന്ന് പറഞ്ഞ് ഇറാൻ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. അങ്ങോട്ടുണ്ടാവുകയില്ല. പകരം ഇങ്ങോട്ട് അമേരിക്കയുടെ ഔദ്യോഗികപരമായിരിക്കുന്ന ബേസ് സൗദി അറേബ്യയിലില്ല. താൽക്കാലികപരമായിരിക്കുന്ന റെൻറ്റ് ബേസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊരു നയതന്ത്ര ബന്ധത്തിൻ്റെയും അതേപോലെ സൗഹൃദ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ എയർപോർട്ടുകളും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയിൽ ഇന്ത്യക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് അങ്ങനെ എയർപോർട്ട് വിട്ടുകൊടുത്തിരുന്നു. സ്വാഭാവികപരമായിട്ട് അങ്ങനത്തെ യാത്രാ എയർപോർട്ടുകളല്ലാതെ സൈനിക എയർപോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഖത്തറിന് അമേരിക്കയുടെ എയർബേസ് വിട്ടുകൊടുത്തിരുന്നു. ഖത്തറിന് അമേരിക്കയുടെ എയർബേസ് വിട്ടു ഒരു പ്രാക്ടിക്കൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ സ്ഥിരമായ രീതിയിൽ എയർബേസ് സ്ഥാപിക്കപ്പെട്ട രാജ്യത്തിൽ സൗദി അറേബ്യ ഇല്ല. അതിൽ ഖത്തറുണ്ട്, UAE ഉണ്ട്, കുവൈത്തുണ്ട്, ബഹ്റൈനുണ്ട്. നമുക്കറിയാം ഈ 4 മേഖല കേന്ദ്രീകരിച്ചും ശക്തമായിരിക്കും ആക്രമണം ഇറാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് പോകുക 2030 എന്ന് പറയുന്ന അവരുടെ വലിയ രീതിയിലുള്ള പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്കൊക്കെ സാരമായിട്ട് ബാധിക്കും. 2026 ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന്, രമ്യമായ പരിഹാരത്തിന് വേണ്ടി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഇറാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സൗദി അറേബ്യയോട് ഇറാൻ പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഖത്തർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഒമാൻ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആക്രമണത്തിന് വിധേയമായവരാണ്. പക്ഷേ അവർ ഇറാൻ പറയുന്ന ഒരു ന്യായീകരണമുണ്ട്, ഞങ്ങൾ ആക്രമിക്കുന്നത് നിങ്ങളെയല്ല, അമേരിക്കയുടെ ബേസുകളാണ്, അമേരിക്കയുടെ ബേസ് നിങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അത് ഉണ്ടായത് കൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നൊരു ന്യായീകരണം ഇറാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് മുൻപിൽ ഇവർക്ക് മറുപടി പറയാനില്ല എന്ന് ചുരുക്കുക. അപ്പോൾ സൗദി അറേബ്യയുടെ നേതൃത്വം രഹസ്യമായ രീതിയിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇറാനുമായിട്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ട് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതപ്പോൾ ആയുധം താഴെ വെച്ചുകൊണ്ട് കീഴടങ്ങുന്ന ഒരു സ്ഥിതി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു മാനക്കേട് അവർക്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന കാര്യത്തിൽ അവരും കൺഫ്യൂഷനാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. കുറേ നഷ്ടങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ഇരട്ടി നഷ്ടങ്ങൾ തിരിച്ചിങ്ങോട്ടുണ്ട്. ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടം നിലവിലെ സാഹചര്യത്തിൽ
അമേരിക്കക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കൃത്യമായിരിക്കുന്ന കണക്ക് വിവരങ്ങൾ എത്രത്തോളം സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്, എത്ര കപ്പലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര കവിത ടാങ്കുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ നാശനഷ്ടങ്ങളൊക്കെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വിവരം പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലും അമേരിക്കയാണ് പറയാത്തത്. ഏറെക്കുറെ ഇറാൻ്റേത് ഒരു 60-70% വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ റിപ്പോർട്ടർമാർക്ക് ഇവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടായി കൊടുക്കുക എന്നുള്ള ആവശ്യമാണ്. സത്യം മൂടി വെക്കുകയല്ല, സത്യം തുറന്ന് പറയുക എന്നത് സമീപനമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ കാര്യത്തിൽ സ്വീകരിക്കുക. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ അറിയുന്നുണ്ട്, മറ്റത് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം, ഗൾഫ് മേഖല ലക്ഷ്യമാക്കിക്കൊണ്ട് തങ്ങൾ ആക്രമിക്കാതിരിക്കണമെങ്കിൽ തങ്ങൾ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കാതിരുന്നത് അത്രയേ ഉള്ളൂ. വളരെ ലളിതമായ രീതിയിൽ ഇറാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, കണ്ണിന് കണ്ണ് കാതിന് കാത് എന്ന നിലക്ക് ടൈം ടു ടൈം വെച്ചിങ്ങായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും. ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് വല്ലാതൊന്നും സമയം കഴിയാതെ തന്നെ തിരിച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ സംവിധാനം ഒരുക്കുന്നു. 31 പ്രവിശ്യകളും ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറാണ്. ദേശീയ യുദ്ധങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുക. അതായത് ഇറാൻ്റെ തലസ്ഥാനമായ തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത്. ആ യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുകയോ അതല്ലെങ്കിൽ അങ്ങനത്തെ പരാജയത്തിലേക്ക് എത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നീട് രാജ്യത്തുള്ള 31 പ്രവിശ്യകൾ 31 രാജ്യമായിട്ട് മാറുകയും അവർ ഓരോരോ പ്രവിശ്യ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇസ്രായേലിനും അമേരിക്കയ്ക്കും യുദ്ധം ചെയ്യേണ്ട ഒരു കഠിനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്യും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.